ഹലോ, നിങ്ങൾ ബിരിയാണി കഴിച്ച് മടുത്തിരിക്കുകയാണോ? നമുക്ക് സിമ്പിളായിട്ട് റൈസ് ഉണ്ടാക്കാം. ടൈമൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ്. ഒരു ചെറിയ ഉള്ളി, ഒരു 5-10 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, മല്ലിയില, പിന്നെ ഒരു ലെമൺ. ഉള്ളി ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ വരുന്ന ചിക്കനാണ് വിത്ത് സ്കിന്ന്. അതിന് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ബ്രസ്റ്റ് പോർഷൻ ഒരു ബട്ടർഫ്ലൈ കട്ടിൽ ചെയ്ത് വയ്ക്കാം. നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, പുതിനയില, മല്ലിയില എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലെ ആവി വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ആവി വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി 1-2 വിസിൽ വരുന്നവരെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. നമുക്ക് ചോറിനുള്ള അരി കഴുകിയെടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ബസ്മതി റൈസ്. നമ്മുടെ ചിക്കൻ ഇവിടെ ആയി വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലോലി അത് തുറന്നെടുക്കാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കറിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റാം. ചിക്കൻ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ 1 ഗ്ലാസ്സിന് ഈ വെള്ളം കറക്റ്റായിരുന്നു. നിങ്ങൾ റൈസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ വെള്ളം അതിനനുസരിച്ച് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വേവിച്ച് വെച്ചാൽ കുറച്ച് മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, കുറച്ച് ഉള്ളി അതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റൈസ് 1 വിസിൽ വരുന്ന വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിനി ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കാം. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഫ്ലാറ്റായിട്ട് മൊത്തത്തിലൊന്ന് ഗ്രില്ലായിട്ട് കിട്ടും. അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡും അതേപോലെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് ഒത്തിരി മസാലയൊന്നും ഇഷ്ടമില്ലാത്തവർക്കും മസാല അധികം കഴിക്കാൻ പറ്റാത്തവർക്കും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്കൊരു വിസിലേ അടിക്കേണ്ടി വന്നുള്ളൂ. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് റൈസ്. നമുക്കിത് കുറച്ച് തൈരും വെജീസും കൂടിയിട്ട് ഇത് സെർവ് ചെയ്യാം. മയോണൈസ് വേണ്ടവർക്ക് മയോണൈസും യൂസ് ചെയ്യാം. റൈസിൽ ലെമണിൻ്റെ ഫ്ലേവറാണ് മുന്നേ നിൽക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ്, എന്നാൽ ടേസ്റ്റും ഉണ്ട്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.